വീട്ടിലും എന്തുണ്ട്? പൂച്ച എന്ന് പറയുന്ന ഒരു ജീവി. ഈ പൂച്ച അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അപ്പൊ പൂച്ച എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും, ചില ആളുകൾക്ക് പൂച്ചക്കാരെ മുട്ടിച്ചെന്ന് പറഞ്ഞാൽ വിഷം കൊടുത്ത് കൊല്ലുന്ന ആളുകളുണ്ടാകും. ഈ വിഷയം നിങ്ങൾ പഠിക്കേണ്ടുന്ന വിഷയമാണ്. ഈ പൂച്ച എന്ന് പറയുന്നത് അതിനെ സ്നേഹിക്കുന്നവരുടെ പിന്നാലെ അത് എപ്പോഴും ഉണ്ടാവും. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ അടുത്തിരിക്കുന്ന ഭർത്താവിനെയോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ബന്ധുക്കളെ ഒന്ന് മാന്തി പറിക്കും, എന്തിനാണ് എന്നെ പറ്റി പറയുന്നവരുണ്ടാവും. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല മനസ്സ്, നല്ല ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അതിന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ പൂച്ചയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പൂച്ചയെ വളർത്താറുണ്ട്, അല്ലെ? ചില വീടുകളിൽ ചെന്നാലേ പൂച്ചയാണോ വരുന്നത് അതല്ല സിംഹമാണോ വരുന്നത് അറിയത്തില്ല. അമ്മാരി പൂച്ച അല്ലെ. ഞാൻ വീട്ടില് വാതിന് പോയപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരുന്നപ്പോൾ പടച്ചറപ്പില്ലാതെ ഇത്ര വലിപ്പമുണ്ട്, ഇങ്ങനെ താടിയൊക്കെ ചെയ്തു. ഞാനാകെ പേടിച്ചിട്ട് ആളുകൾ പൂച്ചയാണോ സിംഹമാണോ അറിയാൻ വയ്യ. ചില വീടുകളിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് അങ്ങനെയുള്ള പല പൂച്ചകളും ഉണ്ട്, ഇല്ലേ? അതേസമയം നമ്മുടെ വീട്ടിൽ ആ പൂച്ചയെ വളർത്തുമ്പോൾ അതിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒന്നും കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞടക്കുന്നില്ല, ഇല്ല മെലിഞ്ഞ പൂച്ചകളുണ്ടാവും. ഒന്നും കൊടുക്കൂല, എവിടെ നിന്ന് കിട്ടത്തില്ല, കിട്ടുന്ന ഫുൾ എറിയായിരിക്കും, വേറെ ഭക്ഷണം കിട്ടൂല. അമ്മാരി പൂച്ചകളുണ്ട് ചില നാടുകളിൽ. പക്ഷെ ഈ വലിഞ്ഞു വന്ന് കയറുന്ന പൂച്ചകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളുടെ സൗണ്ട് കേട്ടാൽ മതി പൂച്ച അപ്പം വിളിക്കും. എന്താ കാരണം? അവർ ഭക്ഷണം കൊടുക്കും. ആ പൂച്ചകളോട് നല്ല സ്നേഹം ഉണ്ടാകും, ഇല്ലേ? യഥാർത്ഥപരമായിട്ട് പൂച്ച എന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുതമാണ്. അള്ളാഹുവിന്റെ പ്രവാചക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഈ പൂച്ചയെ ഇഷ്ടപ്പെട്ടിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് എന്തിനാണ് ഹുറൈറ എന്നുള്ള പേര് അള്ളാഹുവിന്റെ പ്രവാചകരെ വെച്ചു കൊടുത്തതെന്ന് അറിയുമോ? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പൂച്ചയോട് വല്ലാത്ത ഇഷ്ടമുള്ള ആളായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വീഴാനുള്ള കാരണം? അവിടെ നിസ്കാരത്തിന് വേണ്ടിയിട്ടല്ല, അബൂ ഹുറൈറ റളിയല്ലാഹു തആല കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ആ കമീസിന്റെ ഒരു കൈക്ക് കുറച്ചിറക്കം കൂടുതലാണ്. ആ ഒരു കൈയുടെ പുറത്തൊരു പൂച്ച വന്ന് കിടക്കുകയാണ്. ആ പൂച്ച കിടക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിചാരിച്ചു പോയി, റബ്ബേ, പൂച്ച നല്ല ഉറക്കത്തിലാണ്, അതുകൊണ്ട് ആ പൂച്ചയെ വിളിക്കണ്ട, ആ പൂച്ചയെ ഉണർത്തണ്ടെന്ന് പറഞ്ഞൊരു കത്തിയെടുത്തിട്ട് ആ കൈയുടെ ഭാഗം, ആ കമീസ്, നല്ലൊരു കമീസിന്റെ കൈ അങ്ങ് മുറിച്ച് കൈ നല്ല വലിച്ചിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കടന്നുപോയി. എന്നിട്ടും പൂച്ചയുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയില്ല. നമ്മളാണെങ്കിൽ കള്ള ശൈത്താൻ കിടക്കാൻ വീട്ടിനുള്ളിൽ നടക്കണം, അല്ലെ? ഇപ്പുറത്തെ വീട്ടിലെ പൂച്ചയായിരിക്കും. ഇവിടുന്ന് പോകുമ്പോ ആ പൂച്ചയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, തിരിച്ചുവരുമ്പോൾ നെറ്റുവരെ മഴ എങ്ങനെ ആയിരിക്കും. എന്താ കാരണം? അപ്പുറത്തൊരു എറിഞ്ഞ് പിടിപ്പിച്ചിട്ടായിരിക്കും. അങ്ങനെ അല്ലേ? എന്നാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് പൂച്ചയെ നമ്മൾ ചോദിച്ചുകൊണ്ട് കടന്നു പോയാൽ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കഥയെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ചില ആണുങ്ങൾക്ക് പൂച്ചയോട് ഭയങ്കര ഇഷ്ടമാണ്, ചില ഉമ്മമാർക്കും പൂച്ചയോട് ഇഷ്ടമാണ്. എന്നാൽ അവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പൂച്ച കടിച്ചതിന്റെ ബാക്കി കടിച്ചിട്ടുണ്ടെന്നുണ്ട്. പൂച്ച കടിച്ചിട്ട് നമ്മളാണെങ്കിൽ അല്ലാഹു മസ്സല കാരണം പൂച്ച കഴിച്ചല്ലേ നമുക്ക് കഴിക്കാൻ പറ്റും, അല്ലേ? പൂച്ച അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. എന്തിനേറെ മുസ്തഫ നബി തങ്ങൾ വധുവെടുക്കാൻ വേണ്ടി വെള്ളം വെച്ചിരിക്കുകയാണ്. അള്ളാഹുവേ റസൂലുള്ളാഹി തങ്ങൾ വധുവെടുത്തപ്പോൾ സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ഇത് പൂച്ച തലയിട്ട വെള്ളമാണ് നബിയേ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവിടുന്ന് പൂച്ച നജസല്ലല്ലോ, പൂച്ച നജസല്ല, എന്റെ വുളൂവിന് കുഴപ്പമില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെന്താ പറയുക? നമ്മുടെ അമ്മമാർ പറയും, കള്ള ശൈത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളം നോക്കണം, പൂച്ചപ്പ തലയിട്ടില്ലേ, പൂച്ചപ്പ തലയിട്ടില്ലേ, അടി ആർ കിട്ടും, ഏൽപ്പിച്ച മോനും കിട്ടും. ആ പൂച്ച വഴിക്കണമല്ല, പിന്നെ ദജ്ജാലിനെ കാണാൻ എറിഞ്ഞാനെ കൊല്ലും. അമ്മാര് ടീമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ സന്തോഷത്തോട് കൂടിയിട്ട് കടന്നു വന്നാൽ സ്വർഗം നിനക്ക് സന്തോഷം. ജീവജാലങ്ങളെ പടച്ചറപ്പ് സ്നേഹിച്ചു പോയ ജീവജാലങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നീ കടന്നു വരുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ്, നിനക്ക് വല്ലാത്തൊരു സൗഭാഗ്യമാണ്. ഒരുപാട് നിസ്കാരമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തേ കാര്യമുള്ളത്? അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോട് നിനക്ക് നല്ല കാരുണ്യമില്ലെങ്കിൽ ഒരുപാട് നോമ്പെടുത്തിട്ടുണ്ട് കാര്യമാ. അള്ളാഹുവേ, വീണു പോയൊരു പെണ്ണ്, ഒരുപാട് ഇബാദത്തെടുത്ത് പോയൊരു പെണ്ണ്, ഒരുപാട് നിസ്കരിച്ചു പോയൊരു പെണ്ണ്, ഒരുപാട് നോമ്പെടുത്ത് പോയൊരു പെണ്ണ്, അള്ളാഹുവേ, ആ പെണ്ണ് അവസാനം പോയത് അള്ളാഹുവിന്റെ നരകത്തിലേക്കാണ്. പൂച്ച കാരണമേ വീണൊരു പെണ്ണു തീനാറിൽ, അതിനെ കെട്ടിയിട്ടവർ പട്ടിണിക്ക് തന്നു കൊല്ലുന്നേ, റബ്ബ് നരകം നൽകുന്നേ. പൂച്ച കാരണമേ വീണൊരു പെണ്ണു തീനാറിൽ, അതിനെ കെട്ടിയിട്ടവർ പട്ടിണിക്ക് തന്നു കൊല്ലുന്നേ, റബ്ബ് നരകം നൽകുന്നേ. ഒരു പൂച്ചയെ എപ്പോഴും നിസ്കരിക്കുന്ന ഒരു പെണ്ണ്, ഈ പൂച്ച എന്താക്കി? കെട്ടിയിട്ടു. ഈ പൂച്ചയെ കെട്ടിയിട്ടിട്ട് ആ പൂച്ചയെ പട്ടിണി കിട്ടുന്നാക്കി കൊന്നു. ഈ പെണ്ണിന് എന്തൊക്കെയുണ്ട്? നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സദഖയുണ്ട്, എല്ലാം ഉണ്ട്. ഭയങ്കര ഇബാദത്താണ്, അല്ലെ? ചില ആളുകൾക്ക് ഭയങ്കര ഇബാദത്താണ്, അല്ലെ? തസ്ബീഹ് പിടിച്ചിട്ട് അങ്ങോട്ടും പല ടീമുകളാണ് ലോകത്തുള്ളവർ, പല ടീമുകളാണ്. ചില ആളുകൾ ഇബാദത്തൊക്കെ എങ്ങനെയായിരിക്കും? ഒരു 50 ഏക്കർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1 ഏക്കർ ഉണ്ടെങ്കിൽ ഒരു തസ്ബീഹ് ഉണ്ട്, ആ ഏക്കർ ഫുള്ള് കറങ്ങും, മൊത്തത്തിൽ ഇബാദത്തല്ലേ. അങ്ങനെ ടീമുകളുണ്ട്. ഇബാദത്തൊക്കെ നല്ലതാണ്. ഈ ഇബാദത്ത് അല്ലാഹു തആല നഷ്ടപ്പെടുത്തി കളയാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം?
അള്ളാഹുവിന്റെ സൃഷ്ടികളോട്, ജീവജാലങ്ങളോട് കാരണം ഉണ്ടാകണം. ഈ പെണ്ണ് ഒരുപാട് നിസ്കരിച്ച പെണ്ണാണ്. ഈ പൂച്ചയെ പട്ടിണി കിട്ടാൻ കൊന്നു കളഞ്ഞു. വീട്ടിൽ എന്തോ മൂട്ടിച്ചു. പൂച്ചയ്ക്ക് എന്താ അരപ്പ്? പൂച്ചയ്ക്ക് എന്താ മീൻ മേടിച്ച് വെച്ചേക്കാണ്. ഒരു 50 രൂപ പൂച്ച കഴിയും. പൂച്ച തൊട്ടുകൊണ്ട് പോലെ പൂച്ചകളുടെ ഭക്ഷണം. അങ്ങനെ കയറി ചില വീട്ടിലുള്ളവരുണ്ട് പൂച്ചയ്ക്ക് എങ്ങനെ വിഷം കൊടുക്കാൻ തീരുമാനിക്കുന്നു. പൂച്ചയ്ക്ക് വിഷം കൊടുത്തവർ അവരതിനേക്കാൾ ബുദ്ധിമുട്ടിയിട്ടില്ലാതെ അവർ മരിക്കില്ല എന്ന്. പൂച്ചയെ ഉപദ്രവിച്ചവരും അല്ലെ ചില മക്കളെ കാണാൻ ഒന്നും പിടി ഇങ്ങനെ കല്ലെടുത്തിട്ട് അറിയായിരിക്കും. എന്നിട്ട് ഇവിടെ പൂച്ചയുടെ തലകാരിക്കുള്ള കിടന്ന് പിടഞ്ഞിടന്ന് മരിക്കുന്നത് അല്ലെ വാളെ കണ്ട പൂച്ച മരിക്കാണ്ടത് ഇല്ലേ? എന്നാൽ അവിടെ നീ പെണ്ണല്ലാഹു തആല നരകമാണ് കൊടുത്തത്. പൂച്ച കാരണമേ വീണൊരു പെണ്ണു തീനാറിൽ അതിനെ കെട്ടിയിട്ടവൾ പട്ടിണിക്ക് തന്നു കൊല്ലുന്നേ, റബ്ബ് നരകം നൽകുന്നേ. പൂച്ചയെ കെട്ടിയിട്ട് പട്ടിണിക്കിട്ട് കൊന്നുപോയ നിസ്കാരമുള്ള നോമ്പുള്ള സദഖയുള്ള ഒരു പെണ്ണെ അള്ളാഹു കൊടുത്തത് അള്ളാഹുവിന്റെ നരകമാണത്രേ. അതേസമയം ഒരു നിസ്കാരമില്ലാതെ നോമ്പില്ലാതെ ദുനിയാവിന്റെ അവർ തടിച്ചു പൊളിച്ചുകൊണ്ട് നടന്ന ഒരു വൃത്തികെട്ട ഒരു പെണ്ണുണ്ടായിരുന്നു. ഒരു നായയ്ക്ക് വെള്ളം കൊടുത്തതിന് പകരം അള്ളാഹു ആ പെണ്ണിനെ കൊടുത്ത സ്വർഗമാണ്. പൂച്ചയെ കെട്ടിട്ട് വന്നപ്പോ കൊടുത്ത നരകം. ഈ പെണ്ണിന് എന്തുണ്ട്? എപ്പോഴും നിസ്കാരം. എന്റെ ദാർസലാമിൽ എല്ലാവരും കേൾക്കാം. എപ്പോഴും നിസ്കാരം നോമ്പ് സക്കാത്തൊക്കെ ഉണ്ട്. പക്ഷെ ഈ പെണ്ണിന് എന്ത് കിട്ടുള്ളൂ? അള്ളാഹു കൊടുത്ത നരകം. ഒരു നായ ദാഹിച്ച് വെള്ളം ഇങ്ങനെ ദാഹിച്ചു വരാൻ കിണറ്റിൽ വെള്ളമുണ്ട്, കിണറ്റിൽ ചാടിയാ ഈ പെണ്ണിന് മനസ്സിലായി. വൃത്തികേടിലേക്ക് പോയ പെണ്ണിന് മനസ്സിലായി. ഈ പെണ്ണെന്താക്കി? പെണ്ണവിടെ നിന്ന് വെള്ളം കോരി ഈ നായയുടെ വായിലൊഴിച്ചു കൊടുത്തു. അള്ളാഹ് ഈ പെണ്ണിനെ സ്വർഗ്ഗം കൊടുത്തു. അതാണ് ജീവികളെ സ്നേഹിച്ചാലുള്ള കുഴപ്പം, സ്നേഹം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സൂക്ഷിച്ചുകൊണ്ട് കടന്നു വരണേ. എന്തേ നമ്മുടെ പൂച്ചയെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്? അല്ലാഹുവേ 3 ജീവികളുണ്ട്. ആ 3 ജീവികൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ ആട്ടി ഓടിക്കാൻ പാടില്ല. അതിൽപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള ജീവിയാണ് പൂച്ച എന്ന് പറയുന്നത്. ചില ആളുകൾ പൂച്ചയുടെ ചന്തം നോക്കിയിട്ട് വീട്ടിൽ കയറ്റും. അതിന്റെ തലയിൽ നിന്നപ്പോൾ നല്ലത് പിന്നെ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല പൂച്ച അല്ലെ. വാലില്ലാത്ത പൂച്ചയാണെങ്കിൽ അല്ലെ. ചില ആളുകൾ പൂച്ചയുടെ സൗന്ദര്യം നോക്കിയിട്ട് എന്ന് പറയുന്ന ആരും മസ്കാരത്തിൽ ചെറിയ പൂച്ച വളർത്തുന്ന ഹലാലാണ് എന്ന് പറഞ്ഞേക്കണ്ട. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. പൂച്ച ഒരിക്കലും നിരസല്ല. ആരാ ഇത് പഠിപ്പിക്കുന്ന എന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകർ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഇന്നഹാ ലൈസത് ബിനജസിൻ ഫഇന്നമാ ഹിയ മിൻ തവാഫീന അലൈക്കും വതവാഫാ. അള്ളാഹുവിന്റെ പ്രവാചകരുടെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ള വാക്കേതെന്നറിയുമോ? പൂച്ചയെ പറ്റി വിധങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്നഹാ, ആ പൂച്ച എന്ന് പറഞ്ഞാൽ അത് നജസല്ല. ആ പൂച്ച നജസല്ല. അത് നിങ്ങളെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ജീവിയാണ്. നമ്മുടെ വീടുകളിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ വീടുകളിൽ കാണാം. നമ്മൾ മീനെടുക്കാൻ പോകുമ്പോൾ അതല്ല ഒരു പാത്രവുമായി വെറുതെ വെളിയിലേക്ക് പോയാലും വിളിച്ചുകൊണ്ട് വരുന്നത് അതിന്റെ വിളി ഭക്ഷണം കൊടുക്കാനാണ്. ആ ജീവി വിളിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന കടന്നു പോയാൽ അല്ലാഹുവേ നിനക്ക് അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂച്ച നിങ്ങളെ ചുറ്റിപ്പറ്റിയിട്ട് ജീവിക്കുന്നവെന്നാണ്. അത് മാത്രമല്ല, ഇന്ന് ശാസ്ത്ര ലോകം പോലും ഈ പൂച്ചയെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ ലോകം പോലും അവിടെ നിന്ന് പൂച്ചയുടെ കാര്യങ്ങൾ പറയാറുണ്ട്. അമ്മൽ ഖിത്തത്തു, പൂച്ച എന്ന് പറഞ്ഞാൽ ഫഹിയ മിൻ അത്ഹരിൽ ഹൈവാനാത് ലിഅന്ന ലുആബഹ ലാ യഹ്മിലു അമ്മാ ലിദാലിക തഖൂമുൽ ഖിത്തത്തു ബിദഫനി ബറാസിഹാ. ഇന്ന് സാങ്കേതിക വിദ്യകൾ പോലും, ഇന്ന് ശാസ്ത്ര ലോകം പോലും പൂച്ചയെ പറ്റിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു പോയെന്തെന്നറിയുമോ? പൂച്ച എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളിൽ വെച്ച് പരിശുദ്ധമായ ജീവിയാണ് പൂച്ച എന്ന് പറയുന്നത്. ആ പൂച്ചയുടെ ഉമനീര് ഒരിക്കലും രോഗം വരുത്തി വെക്കൂല. പൂച്ചയുടെ ഉമനീരിൽ രോഗമില്ല. പിന്നെയോ പൂച്ചക്ക് രോഗം വരും. പൂച്ചയുടേതായിട്ടുള്ള ഉമനീരിൽ രോഗം വരില്ല. രോഗം വരാൻ കാരണമുള്ള ഒന്ന് അത് പൂച്ചയുടെ മനത്തിലാണ്. ശാസ്ത്രീയ ലോകം കണ്ടുപിടിച്ച് പൂച്ചയുടെ ഉമനീരിൽ എന്തില്ല, രോഗം വരൂല, പേടിക്കണ്ട. പക്ഷെ പൂച്ചയുടെ കാട്ടത്തിനുണ്ട്, അതിനെ നമ്മൾ പേടിക്കണം. അതിന് രോഗം വരും. പക്ഷെ അള്ളാഹുവിന്റെ സൃഷ്ടിവൈഭവം വല്ലാത്ത കുദറത്താണ്. എന്തെന്നറിയുമോ? പൂച്ച അവിടെ നിന്ന് മലം വിസർജിച്ചാൽ സ്വന്തമായി തന്നെ മണ്ണിട്ട് മൂടാനുള്ള കഴിവും അള്ളാഹു പൂച്ചയ്ക്ക് കൊടുത്തു. അള്ളാഹുവിന്റെ സൃഷ്ടിയെ അള്ളാന്റെ ഹബീബ് പൂച്ച ഇഷ്ടപ്പെട്ടിരുന്നു. അവിടെ നിന്ന് പറയണം പൂച്ച എന്ന് പറയുന്നത് അല്ലെ. ഈ ചില വീടുകളിൽ വളർത്തു പൂച്ചയുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഈ വളർത്തു പൂച്ച എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷെ എന്റെ കിട്ടിയിട്ട് എനിക്ക് ആരും തന്നിട്ടില്ല. തന്നെ ഞാൻ കൊണ്ടുള്ളത് വേറെ ആരും. അപ്പൊ ഈ വളർത്തുപൂച്ചന്റെ വീട്ടില് ഇതിന് മലമൂത്ര വിസർജനം ചെയ്യാൻ ഒരു പാത്രത്തിലോ വലിയൊരു കൂടയിലോ മണ്ണിട്ട് കൊടുക്കും, മണലിട്ട് കൊടുക്കും. മൂപ്പരാൻ പോയി അലഹദില്ല സാധിച്ചിട്ട് മണ്ണിട്ട് പോടും. മൂപ്പരാൻ അറിയാലോ എടുത്തുകൊണ്ട് കളയണമെന്ന്. പക്ഷെ എന്ത് ചെയ്യില്ല, അതിനെ തുറന്നിടൂല. അതാണ് ശാസ്ത്രലോകം പറഞ്ഞത്. പൂച്ച ഫഹിയ മിൻ അത്ഹരിൽ ഹൈവാനാത്.
അല്ലാഹുവേ അത് ജീവികളിൽ വെച്ച് ശുദ്ധിയുള്ള ജീവിയാണ്. അല്ലാഹുവേ അതിന്റെ ഉമിനീർ ലാ യഹ്മിലു അംറാൽ, ഒരിക്കലും രോഗത്തെ വരുത്തി വെക്കില്ല. ലിദാലിക തഖൂമുൽ ഖിത്തതു ബിദഫനി ബറാസിഹ, ഇനി ആ പൂച്ചക്ക് രോഗം വരാൻ സാധ്യത ഉള്ളത് മരത്തിലാണ്. ആ മരമാണെങ്കിലോ പൂച്ചന്റെ അവിടെ നിന്ന് മരം വിസർജിച്ചിട്ട് മണ്ണിട്ട് മൂടുകയും ചെയ്യും. അള്ളാഹു നമുക്ക് നല്ലത് കേൾക്കാനും നല്ലത് പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പൂച്ചയെ ഉപദ്രവിക്കരുത്. അതാണ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞത്, ഇന്നഹാ ലൈസത് ബിനജസിൻ വഇന്നമാ ഹിയ മിൻ തവാഫീന അലൈക്കും വതവാഫാ. പൂച്ച എന്ന് പറയുന്ന നിങ്ങളെ വട്ടമിട്ടുകൊണ്ട് കറങ്ങുന്ന ഒരു ജീവിയാണ്. പൂച്ച നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പൂച്ച വന്നിങ്ങനെ രണ്ട് കാല് കുത്തി കഴിക്കും, കാലിരിക്കും, ഈ രണ്ട് കൈ കുത്തി പിടിച്ചിരിക്കും. എന്താണ് അർത്ഥം? എനിക്ക് വല്ലതും തരുന്ന ആ ഞാവുന്നുള്ള വിളിയില്ലേ, കള്ള ശൈത്താന്റെ വിളിയല്ലേ, ഇന്നലെ എന്റെ മീനും പൊട്ടിച്ച് വന്നിരിക്കുക എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കാനല്ല. ഇതിനറിയോ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വെച്ചേക്കണേ? ചില വീട്ടിലെ വല്യമാരാണ് ആ പൂച്ച വീട്ടിൽ കള്ളി പൂച്ച എന്ന് പറയുന്നത്. കാരണം അവരെ വീട്ടിൽ കയറി മുടിച്ചോണ്ട് വല്യമാരാണ് കട എറിഞ്ഞു ഓടിക്കണമെന്നാണ് അല്ലേ? ഈ സാധനം എന്തറിയാം, ഇതിപ്പോ നിങ്ങളുടെ മീനാണെന്നോ അരച്ച എക്റ്റേക്കാണെന്നോ പൂച്ചയ്ക്ക് അങ്ങനെ നല്ല അടിപൊളി കോഴി കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ 5 മിനിറ്റ് അങ്ങോട്ട് മാറി മൂപ്പരെ വന്ന് ഫുള്ള് കഴിച്ചിട്ട് പോകും റാഹത്തായിട്ട്. മൂപ്പർക്ക് പെരുന്നാളാണ് അല്ലേ? ഇത് കണ്ട ഉമ്മ അതേ ഇറച്ചി തന്നെ എന്ത് ചെയ്യും, വിഷം കലർത്തിയിട്ട് പിന്നെ അന്ന് രാത്രി പൂച്ചയ്ക്ക് കൊടുക്കും. പിറ്റേ ദിവസം പൂച്ച വല്ലാത്ത അവസ്ഥയില്ല. അള്ളാഹു വെറുതെ വിടൂല, അള്ളാഹു വെറുതെ വിടൂല. ഇതെന്റെ വാക്കല്ല. പൂച്ച എന്ന് പറയുന്ന ജീവിയെ നമ്മൾ ഗൗരവത്തോടെ കാണണം, എന്നാൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ. ആരാ പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില ആളുകൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യമുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗൗരവമായി ചിന്തിക്കേണ്ടുന്നതാണ്. ഇന്ന് നമ്മൾ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. നമ്മൾ പൂച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക, അങ്ങനെ കൊടുക്കുക. നമ്മള് ഒരു കോഴിയുടെ എല്ല് കിട്ടിയാൽ ആ എല്ലിന്റെ അകത്തുള്ളത് മുഴുവൻ ഊറ്റി, പിന്നെ അതിന്റെ അറ്റത്ത് വല്ല ഉണ്ടെങ്കിൽ ആ എല്ലിൽ കടി പറ്റുമെങ്കിൽ അതും കടിച്ചു പറിച്ച് എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, അത് വെച്ച് നോക്കും കടി പറ്റണം. അത് പറ്റിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അതിനെ വലിച്ചു കറി അല്ലേ? ഈ പാവപ്പെട്ട സാധു പൂച്ച വന്നിട്ട് പെടാപ്പാട് ഇവിടെ കടിച്ചിട്ടാൻ വേണ്ടി എന്നിട്ടെല്ലാം കിട്ടില്ല. അവസാനം മൂപ്പരാൻ പാടുപെട്ട് അതിനെ വലിച്ചെറിയും. അതേ സമയം ചില ആളുകൾ എന്ത് ചെയ്യും, ഈ മീന്റെ മുള്ള് എന്ത് ചെയ്യും എടുത്ത് നമ്മൾ അതിന്റെ എല്ലാം മാംസം എന്ന സാധനം കാണൂല കേട്ടോ. പ്രകൃതിക്കാലാണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, മാംസത്തെ ഉണ്ടാവില്ല. ചില ആളുകൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാലിന്റെ തുമ്പത്തിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്ത് ചെയ്യും, എടുത്ത് കളഞ്ഞ് ആ മുള്ള് വലിച്ചിട്ട് കൊടുത്ത് അതിന്റെ ആ നിങ്ങൾ വലിച്ചിട്ട് കൊടുത്ത ആ വരറ്റ മുള്ള് അതിന്റെ തൊണ്ടയിലെങ്ങാണ് കുരുങ്ങിയിട്ട് പഴുത്താൽ അതിനേക്കാൾ കഷ്ടതയുള്ള രോഗം നിങ്ങൾക്ക് അല്ലാഹു തരുന്നു. അപ്പൊ ഏതായാലും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ നല്ല നീയത്തോടു കൂടിയായിരിക്കണം പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടുന്നത്. നിങ്ങളുടെ ദാരിദ്ര്യം പോലും അല്ലാഹു മാറ്റിത്തരും.